Hello children, in this video we are going to do chapter 3 of your English textbook, The First Flight. Okay, this chapter inde perana two stories about flying. So as the name suggests, this chapter il rendu stories undu. First story oru bird ne pattitana, adu engana flight padikkunennokke പറക്കാൻ പഠിക്കുന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ ആ സ്റ്റോറീൻ്റെ പേരാണ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലിയാം ഒ ഫ്ലഹാറ്റി. സെക്കൻഡ് സ്റ്റോറി ഈസ് നെയിംഡ് ബ്ലാക്ക് എയ്റോപ്ലെയിൻ ബൈ ഫ്രെഡറിക് ഫോർസിത്ത്. ഈ വീഡിയോയിൽ നമുക്ക് ഈ ഫസ്റ്റ് സ്റ്റോറീനെ പറ്റിയിട്ട് പഠിക്കാം. ഓക്കെ, ദിസ് ഈസ് എ പിക്ചർ ഷോൺ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഈ പിക്ചർ നോക്കിയാൽ തന്നെ നമുക്ക് ഈ കഥേൻ്റെ ഒരു ബിഗിനിങ് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ പിക്ചറിൽ നമ്മൾ എന്താ കാണുന്നത്? ഒരു ബേർഡ്, സീഗൾ എന്ന് പറഞ്ഞിട്ടൊരു ബേർഡാണ്. ആ ബേർഡിൻ്റെ ഫാമിലിയാണിത്. അപ്പോൾ ഇതിൽ കാണുന്ന 2 വലിയ ബേർഡ്സ് ഉണ്ട്. ദാറ്റ് വിൽ ബി ദ മദർ ആൻഡ് ദ ഫാദർ ആൻഡ് ദെർ ആർ 4 സ്മോൾ ബേർഡ്സ്. ഈ 4ഉം ഒപ്പരം വന്ന കുട്ടികളാണ്, ഒപ്പരുണ്ടായ കുട്ടികളാണ്. സോ വി കോൾ ദം സിബ്ലിങ്സ്, ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ദേ ആർ. ബട്ട് ദ 3 ഓഫ് ദം ക്യാൻ ഫ്ലൈ, 1 സ്മോൾ ബേർഡ് ക്യാൻ നോട്ട് ഫ്ലൈ. അപ്പോൾ ആ ബേർഡ് എവിടെയാണുള്ളത്? ഒരു സീ സൈഡ്സിലൊക്കെ നമ്മൾ കാണൂല, ക്ലിഫ്സ് ഉണ്ടാവും. ആ ക്ലിഫിൻ്റെ ഒരു പ്രൊജക്റ്റിംഗ് ഏരിയയിലാണ്, ഒരു സ്റ്റേജ് പോലത്തെ ഒരു ഏരിയയിലാണ് ആ ബേർഡ് നിൽക്കുന്നത്. അങ്ങനത്തെ സ്ഥലത്തിന് ലെഡ്ജ് എന്നാണ് പറയുക. അപ്പോൾ അവരുടെ താമസ സ്ഥലമാണ് ഈ ലെഡ്ജ്. ഈ ഫുൾ ഫാമിലി അവിടെ നിൽക്കൽ. പക്ഷേ ഈ 3 കുട്ടികൾ പറക്കാൻ പഠിച്ചു. പക്ഷേ നമ്മളെ ഈ കഥാപാത്രമായ ബേർഡ് പറക്കാൻ ഒരു പേടി. അപ്പോൾ എങ്ങനെയാണ് കഥ നമുക്ക്. Okay, before we start with reading the lesson, let us see how a seagull looks. This is how the bird looks. The young seagull was alone on his ledge. His 2 brothers and his sister had already flown away the day before. He had been afraid to fly with them. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താ മനസ്സിലാവുന്നത്? ഈ ഫാമിലിയിൽ 4 കുട്ടികളുണ്ട്. അതിൽ 3 ബ്രദേഴ്സാണ്, 1 സിസ്റ്ററാണ്. ദാറ്റ് മീൻസ് 3 ബോയ്സ് 1 ഗേൾ. അപ്പോൾ ഈ നമ്മളെ കഥാപാത്രം മാത്രം ഫ്ലൈ ചെയ്തില്ല. റിമൈനിങ് 3 ഓഫ് ദം, ദാറ്റ് ഈസ് 2 ബ്രദേഴ്സ് ആൻഡ് 1 സിസ്റ്റർ ഫ്ലൂ അവേ. ആൻഡ് വെൻ ദിസ് ഹാപ്പൻഡ് എ ഡേ ബിഫോർ, ഒരു ദിവസം മുന്നേ തന്നെ അവർ പറന്നിട്ടുണ്ട്. ഇയാൾക്ക് പറക്കാൻ കഴിഞ്ഞിട്ടില്ല. Somehow when he had taken a little run forward to the brink of the ledge and attempted to flap his wings, he became afraid. അപ്പോൾ brink of the ledge means ledge നമ്മൾ കണ്ടല്ലോ, അതിൻ്റെ അറ്റത്തേക്ക് എങ്ങനെ എത്തിയിട്ട് വിങ്സ് ഒക്കെ ഫ്ലാപ്പ് ചെയ്ത് നോക്കി, പക്ഷെ പറക്കാൻ കഴിഞ്ഞില്ല, പേടിച്ചുപോയി. The great expanse of the sea stretched down beneath, and it was such a long way down, miles down. He felt certain that his wings would never support him. So he bent his head and ran away back to the little hole under the ledge where he slept at night. അപ്പോൾ ആ പേടി വരാൻ കാരണം എന്താണ്? ഓൻ്റെ കൺമുന്നിൽ കാണുന്ന വലിയ സീ ആണ്. സോ ഹ്യൂജ് ഇറ്റ് ഇസ്, സച്ച് എ ഗ്രേറ്റ് എക്സ്പാൻസ് ഇറ്റ് ഇസ്, ആൻഡ് മൈൽസ് ഡൗൺ, അത്രയും താഴെയുമാണ്. അപ്പോൾ അതൊക്കെ കാരണമായിരുന്നു അവനക്ക് പേടി ഉണ്ടാവാൻ. പിന്നെ ഓൻ്റെ ഇനിയൊരു തോട്ട് എന്തായിരുന്നു? ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം. അവൻ്റെ വിങ്സിൽ തീരെ വിശ്വാസം ഉണ്ടായില്ല. ഓക്കെ, അപ്പോൾ അവൻ പേടിച്ച് ആ ബ്രിങ്ക് വരെ ഓടി വന്ന് പേടിച്ച് തിരിച്ച് പോവുക ചെയ്യുന്നത്. Even when each of his brothers and his little sister, whose wings were far shorter than his own, ran to the brink, flapped their wings and flew away, he failed to muster up courage to take that plunge which appeared to him so desperate. ഓക്കെ, അപ്പോൾ അവൻ്റെ മുന്നിൽ തന്നെ അവൻ്റെ 2 ബ്രദേഴ്സും സിസ്റ്ററും ബ്രിങ്കിലേക്ക് ഓടിപ്പോയി വിങ്സ് ഫ്ലാപ്പ് ചെയ്ത് അവിടെ നിന്ന് പറന്നുപോയി. പക്ഷെ അവൻക്ക് ആ ധൈര്യം ഉണ്ടായില്ല. അവിടെ വരെ എത്തിയിട്ട് പറക്കാനുള്ള ധൈര്യം അവൻക്ക് ഉണ്ടായില്ല. ആ സ്റ്റെപ്പ് he could not just take that plunge. His father and mother had come around, calling to him shrilly, upbraiding him, threatening to let him starve on his ledge unless he flew away. But for the life of him, he could not move. അപ്പോൾ അവൻ ഒറ്റയ്ക്ക് ലെഡ്ജിലായപ്പോൾ അവൻ്റെ ഫാദറും മദർ കെയിം ബാക്ക് ടു ഹിം ആൻഡ് അവനെ വിളിക്കുകയാണ്. ഷ്രില്ലി മീൻസ് ഇൻ എ ഷാർപ്പ് നോയ്സ്. അപ്ബ്രൈഡിങ് ഹിം മീൻസ് അവനെ ചീത്ത പറയാൻ, നീ വാ പറന്ന് നോക്ക്. ത്രെറ്റനിങ് ഹിം ടു ലെറ്റ് ഹിം സ്റ്റാർവ് ഓൺ ഹിസ് ലെഡ്ജ്. അവനെ ഭീഷണിപ്പെടുത്തുകയാണ്, നീ വന്നില്ലെങ്കിൽ എനിക്കൊന്നും തിന്നാൻ കിട്ടൂല കേട്ടോ, ഞാൻ അവിടെ തന്നെ ചാവൂന്ന്. പക്ഷെ അവൻ്റെ ഉള്ളിൽ പേടി. That did not allow him to move forward, but for the life of him, he could not move.
That was 24 hours ago. Since then, nobody had come near him. അപ്പോൾ ഇത് ഇപ്പോൾ അവൻ നിൽക്കുന്ന ലെഡ്ജിൽ ഒറ്റക്കാണ്. ഇപ്പോൾ ഇന്നലെ പറക്കാൻ നോക്കിയതും പേരൻസ് വന്നോന്ന് വിളിച്ചതും അതൊക്കെ 24 മണിക്കൂർ കഴിഞ്ഞ് അതൊക്കെ സംഭവം നടന്നിട്ട്. The day before, all day long, he had watched his parents flying about with his brothers and sister, perfecting them in the art of flight, teaching them how to skim the waves and how to dive for fish. അപ്പോൾ ഇന്നലെ ഓൻ എന്തൊക്കെ കണ്ട് ആ ലെഡ്ജിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഓൻ്റെ സിബ്ലിങ്സ് ആർ ഫ്ലൈയിങ് ആൻഡ് ദ പേരൻസ് ആർ ടീച്ചിങ് ദം ടു ഫ്ലൈ. എന്തൊക്കെ ടീച്ച് ചെയ്യണം, എങ്ങനെ ഫ്ലൈ ചെയ്യണം, ആ ഫ്ലൈറ്റ് എങ്ങനെ പെർഫെക്റ്റ് ആക്കണം, പിന്നെ എങ്ങനെയാണ് വെള്ളത്തിൽ മീനിനെ തെരയുക, എങ്ങനെയാണ് യു ഹാവ് ടു ഡൈവ് ആൻഡ് ക്യാച്ച് ദ ഫിഷ്, അതൊക്കെ പേരൻസ് പഠിപ്പിക്കുക. He had in fact seen his older brother catch his first herring and devour it, standing on a rock while his parents circled around, raising a proud cackle. അപ്പോൾ ഇന്നലെ കണ്ടത് എന്താണ്, അവൻ്റെ ബ്രദർ വന്ന് ഒരു ഹെറിങ് ഇസ് എ നെയിം ഓഫ് എ ഫിഷ്. ഹി കുഡ് ക്യാച്ച് വൺ ഫിഷ് ആൻഡ് ഡിവോർ ഇറ്റ്. അത് ഫുൾ അവൻ തന്നെ വിഴുങ്ങി. എന്നിട്ട് അവൻ്റെ പേരൻസ് വെ സോ ഹാപ്പി വിത്ത് ദാറ്റ്. അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ ബ്രദറിനെ ചുറ്റി പറന്ന് ഒരു പ്രൗഡായിട്ടുള്ളൊരു നോയ്സ്, അവരുടെ നോയ്സ് കാക്കൽ ദേ പ്രൊഡ്യൂസ്ഡ്. And all the morning the whole family had walked about on the big plateau midway down the opposite cliff, taunting him with his cowardice. അപ്പോൾ ഇവർ നിൽക്കുന്ന ലെഡ്ജില്ലേ, അതിൻ്റെ അടുത്തുള്ള മറ്റൊരു ക്ലിഫിൻ്റെ ഒരു ചെറിയ റേസ്ഡ് ആയിട്ടുള്ള പോർഷനിൽ ഈ ഫുൾ ഫാമിലി, ദാറ്റ് മീൻസ് നോബഡി കെയിം ടു ഹിം, ഹി വാസ് ഓൾ അലോൺ ദെർ. ഈ ഫുൾ ഫാമിലി വേറെ സ്ഥലത്ത് തന്നെ നിന്ന് അവരെല്ലാവരും ഇവനെ ക്ലിഫിൽ ഒറ്റപ്പെടുത്തി. ഇന്ന് അവിടെ നിന്നിട്ട് ദേ വർ ടോണ്ടിങ് ഹിം, മീൻസ് ഇൻസൾട്ടിങ് ഹിം. നീ എന്തു വലിയ കവേർഡാണ്. കവേർഡിസ് മീൻസ് ലാക്ക് ഓഫ് ബ്രേവറി. ദേ ഡോണ്ട്, ഹി ഈസ് നോട്ട് ബ്രേവ്. സോ അവനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ ചിലപ്പോൾ ഇങ്ങനെ ചെയ്താൽ പറഞ്ഞാൽ ചിലപ്പോൾ പറക്കുവയ്ക്കും എന്ന് വിചാരിച്ചിട്ട് ഈ ഫുൾ ഫാമിലി മെമ്പേഴ്സ് ദേ സ്റ്റാർട്ടഡ് ടു ടോണ്ട് ഹിം. The sun was now ascending the sky, blazing on this ledge that faced the south. He felt the heat because he had not eaten since the previous nightfall. അപ്പോൾ ഇത് ഇന്നത്തെ കാര്യങ്ങളാണ്. അവർ പ്ലാറ്റൂവിൽ നിന്നതും ഇവനെ കളിയാക്കിയതും പിന്നെ ഇവനക്കിപ്പോൾ ഉച്ചാവാൻ തുടങ്ങി, വിശക്കാൻ തുടങ്ങി. തലേ ദിവസം ഇന്ന് ഒന്നും തിന്നിട്ടില്ല. തലേ ദിവസം മുതൽ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഹി വാസ് ഫീലിംഗ് ദ ഹങ്കർ. He stepped slowly out to the brink of the ledge, and standing on one leg with the other leg hidden under his wing, he closed one eye, then the other, and pretended to be falling asleep. Still, they took no notice of him. അപ്പോൾ ഇവരെ നോട്ടീസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ബേർഡ് എന്താ ചെയ്യുന്നത്, ഇങ്ങനെ ഉറങ്ങി പോണ മാതിരി ആക്ട് ചെയ്യാണ്. പക്ഷെ ആരും ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല. He saw his two brothers and his sister lying on the plateau, dozing with their heads sunk into their necks. ഇപ്പോൾ ഈ ബേർഡ്സൊക്കെ ഉറങ്ങുകയാണ്. അവർ പള്ള നിറച്ച് തിന്നല്ലോ, അപ്പോൾ അവർക്ക് സുഖമായിട്ട് ഉറങ്ങാമല്ലോ. ഹിസ് ഫാദർ വാസ് preening the feathers on his white back. ഈ ബേർഡ്സിനൊരു സ്വഭാവം ഉണ്ടാവും, ഇങ്ങനെ ഫ്രീ ടൈം ഉണ്ടാകുമ്പോൾ ഒരു ഫെദേഴ്സൊക്കെ ഒരു നല്ല മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പണി നോക്കും. അതിനാ പറയുക preening. Only his mother was looking at him. അപ്പം ആര് തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും എന്തായാലും ഉമ്മമാർ തിരിഞ്ഞു നോക്കും. അപ്പോൾ ഹിസ് മദർ വാസ് ലുക്കിംഗ് അറ്റ് ഹിം. ഷീ വാസ് സ്റ്റാൻഡിങ് ഓൺ എ ലിറ്റിൽ ഹൈ ഹംപ് ഓൺ ദ പ്ലാറ്റ്യൂ, ഹർ വൈറ്റ് ബ്രെസ്റ്റ് thrust forward. Now and again she tore at a piece of fish that lay at her feet and then scraped each side of her beak on the rock. അപ്പോൾ ഈ അമ്മ അവിടെ നിന്ന് അവനെ നോക്കുകയാണ്. എന്നിട്ട് ഇടയ്ക്ക് എന്താ ചെയ്യുന്നത്, അവളുടെ കാലിൻ്റെ അടുത്ത് തന്നെ ഒരു ഫിഷ് ഉണ്ട്. ആ ഫിഷിന് കഴിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്, ബീക്കിന് ഷാർപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ ബീക്കിനോട് സ്ക്രാപ്പ്, നമ്മൾ കത്തിയൊക്കെ മുറിച്ച് കൂട്ടാൻ അതിനെ സ്ക്രാപ്പ് ചെയ്യില്ല. അങ്ങനെ ഈ ബേർഡ്സ് ഫിഷിനൊക്കെ പീസാക്കാൻ കത്തിയായിട്ട് ആ ബീക്കിനെ യൂസ് ചെയ്യും. അപ്പോൾ ബീക്കിനെ ഷാർപ്പൻ ചെയ്യാൻ എന്താക്കും, റോക്സിൻ്റെ മേലെ ആ ബീക്കിനെ സ്ക്രാപ്പ് ചെയ്യും. അപ്പോൾ ഈ അമ്മ അത് ചെയ്യുന്നത് ഇവൻ നോക്കുകയാണ് അവിടുന്ന്. The sight of the food maddened him. How he loved to tear food that way, scraping his beak now and again to wet it. അവൻക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിരുന്നു ഫുഡിനെ ടിയർ ചെയ്യുക, എന്നിട്ട് പിന്നെ ബീക്കിനെ സ്ക്രാപ്പ് ചെയ്യുക, ടു വെറ്റ് ഇറ്റ്. വെറ്റ് മീൻസ് അതിനെ ഷാർപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ രീതിയിൽ ഫിഷിനെ കഴിക്കുന്നത് അവൻക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിരുന്നു.
Ga, 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 he cried, begging her to bring him some food. Ga, kola, she screamed back. Derisively. Derisively അർത്ഥം എന്താണ്? That she showing someone that he is stupid. അപ്പോൾ നമ്മൾ പോയാന്നറിയില്ലേ, അങ്ങനെ അമ്മ അങ്ങനെയാണ് റിപ്ലൈ ചെയ്യുന്നത്. ബട്ട് ഹി കെപ്റ്റ് കോളിങ് പ്ലെയിൻറ്റീവ്ലിൻ്റെ അർത്ഥം സങ്കടത്തോടവും പിഞ്ഞും വിളിക്കുന്ന. ആൻഡ് ആഫ്റ്റർ എ മിനിറ്റ് ഓർ സോ ഹി അട്ടേർഡ് എ ജോയ്ഫുൾ സ്ക്രീം. കുറച്ച് നേരം അങ്ങനെ വിളിച്ചപ്പോൾ പെട്ടെന്ന് എനിക്കൊരു നല്ല സന്തോഷമുള്ള ഒരു ഒച്ചവൻ ഉയർത്തി. എന്തിനാണ് അങ്ങനെ? His mother had picked up a piece of the fish and was flying across to him with it. അപ്പോൾ അവൻ കാണുന്നത് അമ്മ ഫിഷിൻ്റെ ഒരു കഷ്ണം എടുത്ത് അവൻ്റെ അടുത്തേക്ക് പറന്ന് വരാൻ. അപ്പോൾ ഈ പിക്ചറിൽ നമുക്ക് അതാണ് കാണുന്നത്. ഈ അമ്മ വന്ന് പറന്ന് വരാൻ, അമ്മൻ്റെ ബീക്കിൻ്റെ ഉള്ളിൽ ഒരു മീനിൻ്റെ കഷ്ണമുണ്ട്. ആ ബേർഡിൻ്റെ അടുത്ത് പറന്ന് വരാൻ അമ്മൻ്റെ അടുത്ത് നിന്ന് ബിക്കോസ് ഓഫ് ഹങ്കർ ആ ബേർഡിന് വേഗം അത് വായിലേക്ക് കിട്ടാൻ വേണ്ടി ആ ബേർഡ് ചാടി അമ്മൻ്റെ അടുത്ത് അവിടെ ഹീസ് ടാപ്പിങ് ഹിസ് ഫീറ്റ്. എന്തെങ്കിലും ഗിഫ്റ്റ് നമ്മൾ കുട്ടികൾക്ക് കൊണ്ടുവരുമ്പോൾ കുട്ടികൾ എങ്ങനെ ചാടിത്തുള്ളിയൊക്കെ കാണിക്കും, അങ്ങനെ ഈ ചെറിയ ബേർഡ് വിശന്ന് ഇൻ എ വെരി ബാഡ് കണ്ടീഷൻ ഇറ്റ് ഹാസ് ബിക്കം maddened ഔട്ട് ഓഫ് ഹങ്കർ. അപ്പോൾ ആ ബേർഡ് അമ്മ വരുമ്പം ഹീ ഈസ് ട്രൈങ് ടു റീച്ച് ദ മദർ ഫാസ്റ്റർ ദാൻ ഷീ കംസ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. ഹി ലീൻഡ് ഔട്ട് ഈഗർലി, tapping the rock with his feet, trying to get nearer to her as she flew across. But when she was just opposite to him, she halted, her wings motionless, the piece of fish in her beak almost within reach of his beak. അപ്പോൾ ഈ കുട്ടീൻ്റെ അടുത്തേക്ക് വരെ അമ്മ പറന്ന് വന്നിട്ട് ജസ്റ്റ് വായിലേക്ക് അത് വെക്കാൻ കുറച്ച് ദൂരമുള്ളൂ. പക്ഷെ അമ്മ എന്താക്കി? ഷി സ്റ്റോപ്പ് ഫ്ലൈങ്, ദ വിങ്സ് ആർ നോട്ട് മൂവിങ് എനിമോർ. He waited a moment in surprise, wondering why she did not come nearer, and then, maddened by hunger, he dived at the fish. അപ്പോൾ അത് ഉമ്മൻ്റെ പ്ലാനിങ് ആയിരുന്നു. ഉമ്മ അടുത്തേക്ക് ഫിഷ് കൊണ്ടുപോയി അടുത്തേക്ക് വന്നപ്പോൾ ഇവൻ അത് ശ്രദ്ധിച്ചില്ല. ഇനി അടുത്ത ഡൈവ് ഞാൻ എടുത്താൽ താഴേക്കായിരിക്കും എന്ന്. അപ്പോൾ ഓൻ എന്താക്കി? ആ ഡൈവ് അത്രയും ഹി വാസ് maddened by hunger, so he went in to dive for the fish. With a loud scream, he fell outwards and downwards into space. Then a monstrous terror seized him and his heart stood still. അപ്പോൾ അവൻ എന്തായി? ആ ചാട്ടത്തിലൂടെ അവൻ എന്താ മനസ്സിലാക്കി? ഓൻ ഇനി താഴേക്ക് വീഴുകയാണെന്ന്. അപ്പോൾ ഭയങ്കര ഒരു പേടി അവനക്ക് മനസ്സിൽ വന്ന്. ഹി കുഡ് ഹിയർ നത്തിങ് ബട്ട് ഇറ്റ് ഓൺലി ലാസ്റ്റഡ് എ മിനിറ്റ്. അപ്പോൾ ആ പേടി ഒരു മിനിറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ എന്താ ചെയ്യാമെന്നൊന്നും അറിയാത്ത, ഒന്നും കേൾക്കാത്ത ആ സാഹചര്യം ഒരു മിനിറ്റിലേ ഉണ്ടായിരുന്നുള്ളൂ. The next moment he felt his wings spread outwards. അപ്പോൾ ആ വിങ്സ് താനേ പുറത്തേക്ക് വരുന്നത് ഓൻ ഫീൽ ചെയ്ത്. The wind rushed against his breast feathers, then under his stomach and against his wings. അപ്പോൾ അവനക്ക് ആ വിൻഡിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. He could feel the tips of his wings cutting through the air. He was not falling headlong now. He was soaring gradually downwards and outwards. He was no longer afraid. അപ്പോൾ സോറിങ് മീൻസ് സ്ലോലി റൈസിങ് അപ്പ്. പിന്നെ ഓന് പറക്കാൻ ഇങ്ങനെ തുടങ്ങി വരുന്നുണ്ട്. ഹി ജസ്റ്റ് ഫെൽറ്റ് എ ബിറ്റ് ഡിസി. അവനക്ക് പേടിയില്ല, പക്ഷെ കുറച്ച് ഡിസി ഫീൽ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം ഒന്നും കഴിച്ചില്ലല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. Then he flapped his wings once and he soared upwards. മേലേക്ക് ഉയർന്നു. ഗാ 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 കോല. His mother swooped past him, her wings making a loud noise. അപ്പോൾ അവൻ്റെ ഉമ്മാൻ ഇതൊക്കെ പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? പറക്ക് മോനെ പറക്ക്, അത് എന്നെക്കൊണ്ട് കഴിയും, നിസാരം. He answered her with another scream. Then his father flew over him screaming. അപ്പോൾ എല്ലാവരും സ്ക്രീം ചെയ്യാൻ തുടങ്ങി. സന്തോഷമായി, മോൻ പറക്കാൻ തുടങ്ങിയല്ലോ. He saw his two brothers and his sister flying around him, curveting and banking and soaring and diving. ഇപ്പോൾ നമ്മൾ നടക്കുമ്പോൾ തന്നെ എത്ര പാറ്റേൺസ് ഉണ്ട്. വി വാക്ക്, വി റൺ, വി ജംപ്, വി ജോഗ്, വി ലിംപ്, അങ്ങനത്തെ കുറേ പാറ്റേൺസ് ഇല്ലേ? അതേമാതിരി ഇൻ ദ ആർട്ട് ഓഫ് ഫ്ലൈയിങ് ദർ ആർ മെനി പാറ്റേൺസ്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ദ ബേർഡ്സ് യൂസ് ടു ഫ്ലൈ. ഇപ്പോൾ ഈ ബ്രദറും സിസ്റ്ററൊക്കെ ഇന്നലെ പറക്കാൻ പഠിച്ചല്ലോ, അപ്പോൾ അവർ കുറച്ച് എക്സ്പേർട്ടായിപ്പോയി. അപ്പോൾ അവർക്ക് എന്തൊക്കെ അറിയാം? കർവറ്റിംഗ്, ബാങ്കിങ്, സോറിങ്, ഡൈവിങ്. കർവറ്റിംഗ് പറഞ്ഞാൽ എന്താ? ലീപ്പിംഗ് ലൈക്ക് എ ഹോഴ്സ്.
Banking പറഞ്ഞാൽ flying with one wing higher than the other. Soaring means rising up higher and higher. Diving means plunging down. ഇപ്പോൾ ഇങ്ങനത്തെ different varieties of flying they have learned. Then he completely forgot that he had not always been able to fly, and commended himself to dive and soar and curve, shrieking shrilly. അപ്പോൾ അവനിപ്പോൾ ആ കാര്യം തന്നെ മറന്നുപോയി. ഇത്ര ദിവസം പറക്കാൻ പറ്റിയില്ല, കഴിഞ്ഞില്ല, അതൊക്കെ മറന്നുപോയി. ഇപ്പോൾ അവൻ തന്നെ സ്വയം പ്രസൻറ്റ് ചെയ്യാണ്, സോർ ചെയ്യാൻ, കേർവ് ചെയ്യാൻ, ഒരു ഷാർപ്പ് നോയ്സ് ഉണ്ടാക്കി സന്തോഷം പ്രകടിപ്പിക്കാൻ. He was near the sea now. പറന്ന് സീൻ്റെ അടുത്തേക്ക് എത്തി. Flying straight over it, facing straight out over the ocean. He saw a vast green sea beneath him. അവൻക്ക് അവൻ്റെ അടിയിൽ ഒരു ഗ്രീൻ സീയാണ് കാണുന്നത്, with little ridges moving over it. And he turned his beak sideways and cawed amusedly. ഓനിതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ സൗണ്ട് ഓനുണ്ടാക്കുന്ന സൗണ്ടിനാ പറയുക cawed. Amusedly മീൻസ് അത്രയും ഓനക്ക് അമ്യൂസ് ആയിപ്പോയി അതൊക്കെ കണ്ടിട്ട്. His parents and his brothers and sister had landed on this green flooring ahead of him. Means ഈ ഗ്രീൻ സീയിലേക്ക് ബ്രദേഴ്സും സിസ്റ്ററും പേരൻസൊക്കെ ആദ്യം അതിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. They were beckoning to him, calling shrilly. അവർ ഓനെ ഒച്ചക്ക് വിളിക്കുകയാണ്. Beckoning means showing a gesture with the hand, calling him. നീയും വാ, ഇവിടേക്ക് വാ. He dropped his legs to stand on the green sea. ഇപ്പോൾ അവൻ ആദ്യമായിട്ടാണ് ഗ്രീൻ സീയിലേക്ക് വരുന്നത്. അപ്പോൾ ഓൻ വിചാരിച്ച അതിൽ നിൽക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അവൻ്റെ ലെഗ്സ് ഓൻ താഴ്ത്തി ഗ്രീൻ സീയിൽ നിൽക്കാൻ വേണ്ടി. ഹിസ് ലെഗ്സ് സാങ്ക് ഇൻ ടു ഇറ്റ്. അപ്പോൾ എന്താ സംഭവിച്ചത്? അവൻ്റെ ലെഗ്സ് മുങ്ങുകയാണെന്ന്. ഹി സ്ക്രീംഡ് വിത്ത് ഫ്രൈറ്റ് ആൻഡ് അറ്റംപ്റ്റഡ് ടു റൈസ് അഗൈൻ, ഫ്ലാപ്പിംഗ് ഹിസ് വിങ്സ്. അപ്പോൾ അവനൊരു പേടിച്ച് എന്നിട്ട് ഓൻ പിന്നെ അവൻ്റെ വിങ്സ് ഫ്ലാപ്പ് ചെയ്യാൻ തുടങ്ങി പറന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ബട്ട് ഹി വാസ് ടയേർഡ് ആൻഡ് വീക്ക് വിത്ത് ഹങ്കർ ആൻഡ് ഹി കുഡ് നോട്ട് rise, exhausted by the strange exercise. അവൻ്റെ ഫുൾ എനർജി എക്സോസ്റ്റ് ആയി കഴിഞ്ഞിരുന്നു. അവൻ ട്രൈ ചെയ്തിട്ട് അവനക്ക് പറക്കാൻ കഴിഞ്ഞില്ല. Then what happened? His feet sank into the green sea and then his belly touched it and he sank no further. അപ്പോൾ എന്തായി? ഫസ്റ്റ് അവൻ്റെ ഫീറ്റ് സിങ്ക് ചെയ്ത്, ദെൻ ഹിസ് ബെല്ലി തൊട്ടപ്പോൾ എന്തായി? ഹി സ്റ്റാർട്ടഡ് ടു ഫ്ലോട്ട്. അപ്പോൾ അതും അവർക്ക് ആദ്യമായിട്ടാവും പഠിക്കുന്നത്. ഞാൻ മുങ്ങൂലെന്ന് തോന്നുന്നു ആദ്യമായിട്ടാണ് പഠിക്കുന്നത്. He was floating on it, and around him his family was screaming, praising him, and their beaks were offering him scraps of dogfish. അപ്പോൾ അവൻ്റെ ഫാമിലി എല്ലാവരും അവിടെ ഒന്ന് ചിറ്റാണ്, ഓനെ പ്രേസ് ചെയ്യാണ്, പുകഴ്ത്താണ്. വെരി ഗുഡ്, യു ഹാവ് ഡൺ ഇറ്റ്, യു ഹാവ് ഫൈനലി ഫ്ലോൺ. ഓക്കെ, ആൻഡ് ദെൻ അവർ റിവാർഡായിട്ട് ഒരു പ്രൈസായിട്ട് അവനക്ക് ഫിഷ് കൊടുക്കുകയാണ്. അപ്പോൾ അവനക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഹി ഹാഡ് മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അപ്പോൾ ദിസ് വാസ് ദ ഫസ്റ്റ് ഫ്ലൈറ്റ് ഓഫ് ദാറ്റ് ബേർഡ്, ഹൗ ഹി ലേൺ ടു ഫ്ലൈ. Hope you enjoyed the lesson.